രാവിലെ എണീക്കുമ്പം തന്നെ ഒരു ചായ നിർബന്ധാണ്. എനിക്കല്ല ട്ടോ, എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് വേണ്ടിയുള്ള ചായയാണ് ഞാനീ എടുത്തോണ്ടിരിക്കുന്നത്. ഞാനൊരു ചായ ലവർ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചായ ഇഷ്ടവേ അല്ല ട്ടോ. കുട്ടിക്കാലം തൊട്ട് തന്നെ ചായ കുടിക്കാത്തോണ്ട് എനിക്കത് നിർബന്ധവുമല്ല. അമ്മ കുഞ്ഞിലേ തന്നെ ചായ അങ്ങനെ ശീലിപ്പിച്ചിട്ടുമില്ല ട്ടോ. ഇന്നൊരു സേമിയ ഉപ്പുമാവാണേ. എൻ്റേതായ ഒരു വേർഷനുള്ള ഒരു ഉപ്പുമാവാണ്. ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കിങ് എന്നല്ലേ പറയുന്നേ. ഒട്ടും കുറയ്ക്കാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടാണോ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ട്ടോ. അമ്മ കുറേ വെറൈറ്റി ഉണ്ടാക്കി തരും. അതുപോലൊരു വെറൈറ്റി അമ്മയുടെ റെസിപ്പിയാണ് ട്ടോ. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിലും എൻ്റെ ചാനൽ കാണാതെ വേറെ ചാനൽ നോക്കി അമ്മ കുറേ റെസിപ്പിയൊക്കെ എനിക്ക് അയച്ചു തരും ട്ടോ. അതിലൊരെണ്ണാണിത്. ആദ്യം തന്നെ നമ്മുടെ സേമിയ ഉണ്ടല്ലോ, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ട്ടോ. റോസ്റ്റ് ചെയ്തതും കിട്ടും, അല്ലാത്തത് ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഫ്രൈ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ബെറ്റർ ആക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക്, പിന്നെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പരിപ്പ് കടല ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, എല്ലാം കുറേശ്ശെ മതി കേട്ടോ. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് പച്ചമുളക് എന്തായാലും ചേർക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് സവോളയും കൂടെ ചേർക്കുക. ഇതൊരു അമ്മയുടെ വെറൈറ്റി വേർഷനാണ് കേട്ടോ. പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് അമ്മ സ്പെഷ്യലായിട്ട് പലപ്പോഴും ഉണ്ടാക്കി തരുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എനിക്ക് റവയുടെ ഉപ്പുമാവ് വലിയ താല്പര്യമില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. അടുത്തതായിട്ട് ഇട്ട് കൊടുത്തത് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം. ഇത് ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയും കൊണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും വേറൊരു വെറൈറ്റി റെസിപ്പിയാണത്. ശരിക്കും നല്ല ടേസ്റ്റാണ് മുട്ടയും കൊണ്ട് ചേർത്തിട്ട് ഈ സേമിയ ഉപ്പുമാവ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ വന്ന് പറയണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കൂട്ടോ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതൊന്നൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ബാക്കി ഇനി മസാലയായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ചെറിയൊരു മീറ്റ് മസാല ഇത് ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു ഫ്ലേവർ കിട്ടും. ശരിക്കും നല്ല വേറൊരു മസാലകളും മുളക് പൊടിയും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. മീറ്റ് മസാല മാത്രം ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച സേമിയ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അമ്മയുടെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി റെസിപ്പി റെഡി ആയിട്ടോ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ആ മുട്ടയും സേമിയയും ഒരു നൂഡിൽസൊക്കെ ഇട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് വെള്ളം വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മൊത്തം കൂടെ അളിഞ്ഞു പോകും. അതുകൊണ്ട് കറക്റ്റ് പാകത്തിന് വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ, ഹെൽത്തിയാണ്, കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പല പല വെറൈറ്റീസ് ആണല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ആരോടും ചോദിക്കേണ്ട, എങ്ങും പോവേണ്ട, നമ്മുടെ കയ്യിൽ തന്നെ എല്ലാം കിട്ടും. അപ്പം ഈ ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.